യുവജനങ്ങൾക്കിടയിൽ ലഹരിയോടുള്ള ആസക്തി വർദ്ധിക്കുന്നത് അതീവ ഗുരുതരമായ സാമൂഹ്യ പ്രശ്നങ്ങൾക്കാണ് വഴിതെളിക്കുന്നത്. ലഹരിക്ക് അടിമകളായി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാൻ പണത്തിനായി അവരെന്തും ചെയ്യും. സ്വന്തം ബന്ധങ്ങൾ മറന്ന് എന്താക്രമണങ്ങൾക്കും തയ്യാറാകും. തിരുവനന്തപുരത്ത് ഒരു യുവാവ് കഞ്ചാവ് വാങ്ങാൻ പണം നൽകാത്തതിനെ തുടർന്ന് വീടിന് തീയിട്ട സംഭവം ഏറെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. ലഹരി വാങ്ങാൻ പണം നൽകാത്തതിനെ തുടർന്ന് യുവാവ് വീടിന് തീയിട്ടു. തിരുവനന്തപുരം കണിയാപുരത്താണ് സംഭവം. കണിയാപുരം സ്വദേശി ഷാജഹാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീടിനാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അമീനയുടെ സഹോദരി പുത്രനായ ഫൈസൽ തീയിട്ടത്. വീട് പൂർണ്ണമായി കത്തിനശിച്ചു. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കണിയാപുരം അൻസിമൻസിലിൽ ഷമീന ഷാജഹാൻ ദമ്പതിമാർ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ കത്തിനശിച്ചത്. ഈ സമയം വീട്ടിൽ ആരും ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. ഇതിന് തലേ ദിവസം രാത്രി 7 മണിയോടെയാണ് ഫൈസൽ ഷാജഹാന്റെ വീട്ടിലെത്തി കഞ്ചാവ് വാങ്ങാനായി പണം ആവശ്യപ്പെട്ടത്. എന്നാൽ വീട്ടുകാർ പണം നൽകാൻ തയ്യാറാകാതിരുന്നതോടെ ഇയാൾ അക്രമാസക്തനായി. കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് സ്വന്തം കൈഞ്ഞരമ്പ് മുറിക്കാൻ ഫൈസൽ ശ്രമിച്ചു. ഇതിനിടെ വീട് തീയിടുമെന്ന് ഇയാൾ ഭീഷണി മുഴക്കുകയും ചെയ്തു. വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് മംഗലപുരം പോലീസ് സ്ഥലത്തെത്തി ഫൈസലിനെ കസ്റ്റഡിയിലെടുത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസിന്റെ മുന്നിൽ വെച്ചും ഇയാൾ വീടിന് തീയിടുമെന്ന് ഭീഷണി മുഴക്കി. പുലർച്ചെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി എത്തിയ ഫൈസൽ വീടിന് തീയിടുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഷാജഹാന്റെ ഭാര്യ അമീനയുടെ സഹോദരി പുത്രനാണ് 28-കാരനായ ഫൈസൽ. ഇയാൾ സ്ഥിരം ലഹരിക്ക് അടിമയാണെന്നാണ് വിവരം. വെളുപ്പിന് 4 മണിയോടെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിന്റെ ഉഗ്രശബ്ദം കേട്ട് നാട്ടുകാർ നോക്കിയപ്പോഴാണ് വീട് കത്തുന്നത് കണ്ടത്. തുടർന്ന് കഴക്കൂട്ടം അഗ്നിശമനസേനയെ വിവരമറിയിച്ചു. അഗ്നിശമനസേന എത്തി തീയണച്ചെങ്കിലും വീടിനുള്ളിലെ മുഴുവൻ സാധനങ്ങളും കത്തി നശിച്ചിരുന്നു. ഫൈസലിന്റെ ഭീഷണിയെ തുടർന്ന് തൽക്കാലം ബന്ധുവീട്ടിലേക്ക് മാറി താമസിക്കാൻ ഷാജഹാനോടും ഭാര്യയോടും പോലീസ് നിർദ്ദേശിച്ചിരുന്നു. ഇവർ മാറിത്താമസിച്ചതിന് ശേഷമാണ് ഫൈസൽ വീടിന് തീയിട്ടത്. ഫൈസലിനെ മംഗലപുരം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു. ന്യൂസ് 18 മംഗലപുരം. സംവിധായകൻ രഞ്ജിത്ത് പ്രതിയായ ലൈംഗിക പീഡന കേസിൽ അതിവേഗ നീക്കങ്ങളുമായി പോലീസ്. ലൈംഗിക അതിക്രമം നടന്ന കാരവൻ പോലീസ് കണ്ടെത്തി. പീഡനം നടന്ന സിനിമാ സെറ്റിലുണ്ടായിരുന്ന കൂടുതൽ ചലച്ചിത്ര പ്രവർത്തകരുടെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തും. ശനിയാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും മുൻപ് പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. പരാതിക്കാരിയുടെ രഹസ്യമൊഴിയാണ് രഞ്ജിത്തിനുമേലുള്ള കുരുക്ക് മുറുക്കിയത്. തൊഴിലിടത്തിൽ ഒരു സ്ത്രീക്കും ഇത്തരം അനുഭവമുണ്ടാകാൻ പാടില്ലെന്ന നടിയുടെ നിലപാട് നിർണായകമായി. പോലീസ് കണ്ടെത്തിയ കാരവാന് ഉള്ളിൽ CCTV ഇല്ല. കാരവാന്റെ പുറത്തുള്ള CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. പീഡനം നടന്ന സിനിമാ സെറ്റിൽ ഉണ്ടായിരുന്ന കൂടുതൽ ചലച്ചിത്ര പ്രവർത്തകരുടെ മൊഴിയെടുക്കും. നടി നൽകിയ പരാതിയിലെ വസ്തുതകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇത്. യുവനടിയോട് രഞ്ജിത്ത് കാരവാനിൽ വെച്ച് മോശമായി പെരുമാറിയ കാര്യം സിനിമാ സെറ്റുള്ളവരെല്ലാം അറിഞ്ഞിരുന്നതാണ് പോലീസ് പറയുന്നത്. രഞ്ജിത്തിന് ഒളിത്താവളമൊരുക്കാൻ ചലച്ചിത്ര മേഖലയിലെ ചിലർ ശ്രമിച്ചിരുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇവിടേക്കുള്ള യാത്രക്കിടയിലാണ് രഞ്ജിത്ത് അറസ്റ്റിലാകുന്നത്. കാറിൽ ഒപ്പമുണ്ടായിരുന്ന നടൻ ബോബി കുര്യൻ, ചിത്രത്തിലെ അസോസിയേറ്റ് ഡയറക്ടർ, രഞ്ജിത്തിന്റെ ഒരു സഹായി എന്നിവരെയും ചോദ്യം ചെയ്യും.
ശനിയാഴ്ച രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ കോടതിക്ക് മുന്നിൽ വരുമ്പോൾ പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. ഫോർട്ട് കൊച്ചിയിലെ ഷൂട്ടിംഗ് സെറ്റിൽ ജനുവരിയിൽ യുവനടിക്ക് നേരെ കാരവാനുള്ളിൽ രഞ്ജിത്ത് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് കേസ്. മാനസികാഘാതത്തിലായ നടി കഴിഞ്ഞ ആഴ്ചയാണ് പരാതിയുമായി സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിച്ചത്. തുടർന്ന് DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം രൂപീകരിച്ച് രഹസ്യമായി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കൊച്ചി. നിയമം നടപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് പോലീസുകാർ. എന്നാൽ അവർ തന്നെ നിയമത്തെ വെല്ലുവിളിക്കുന്ന തരത്തിൽ പെരുമാറിയാലോ? കേരള പോലീസിന് ആകെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ് തലസ്ഥാനത്ത് നടന്നത്. അതും പോലീസ് ആസ്ഥാനത്തിന് മുൻപിൽ 2 പോലീസുകാർ തമ്മിലാണ് ഇവിടെ കയ്യാങ്കളിയുണ്ടായത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പോലീസ് ആസ്ഥാനത്ത് ഗാർഡ് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനെ മർദ്ദിച്ചതായാണ് പരാതി. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിശാഖിനാണ് മർദ്ദനമേറ്റത്. കിരൺ എന്ന പോലീസുകാരനെതിരെയാണ് ഇയാൾ പരാതി നൽകിയിരിക്കുന്നത്. ഗാർഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കിരണിന്റെ അമ്മയുടെ കാറ് മാറ്റിയിടാൻ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വിശാഖ് ആവശ്യപ്പെട്ടു. ഇതാണ് പ്രകോപനത്തിന് കാരണമായതെന്ന് പരാതിയിൽ പറയുന്നു. പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ പോലീസുകാർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായ സംഭവം അതീവ ഗൗരവത്തോടെയാണ് ഉന്നത ഉദ്യോഗസ്ഥർ കാണുന്നത്. മർദ്ദനമേറ്റ പോലീസുകാരൻ മ്യൂസിയം സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ കേസെടുക്കും. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് നിർദ്ദേശം. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പാർക്കിംഗ് സ്ഥലത്ത് നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിനോട് ചേർന്ന പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് കുഞ്ഞിന്റെ മൃതദേഹം ബാഗിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞിന്റേതാണ് മൃതദേഹമെന്നാണ് നിഗമനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മെഡിക്കൽ കോളേജിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് സംഭവം. സുരക്ഷാ ജീവനക്കാരാണ് ആദ്യം മൃതദേഹം കണ്ടത്. മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി വാർഡിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ബാഗ് കണ്ടെത്തിയത്. തുറന്നു നോക്കിയപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം കണ്ട ജീവനക്കാർ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ചികിത്സ തേടിയെത്തിയവരാണ് കുഞ്ഞിന്റെ മൃതദേഹം ഉപേക്ഷിച്ചെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അല്ലാത്തവർക്ക് അകത്ത് കയറാൻ ബുദ്ധിമുട്ടുള്ള ഭാഗത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ആശുപത്രിയിൽ നിന്ന് തന്നെ ആരെങ്കിലും മൃതദേഹം ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചതാണോ എന്നതിലും അന്വേഷണം നടക്കുന്നുണ്ട്. ഗൈനക്കോളജി വിഭാഗത്തിൽ ചികിത്സ തേടിയവരുടെ വിവരം പോലീസ് ശേഖരിക്കുന്നുണ്ട്. നിലവിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കാലം ഇത്ര കണ്ട് പുരോഗമിച്ചിട്ടും അന്ധവിശ്വാസത്തിന് മാത്രം ഒരു കുറവുമില്ലാത്ത രാജ്യമാണ് നമ്മുടേത്. ജാർഖണ്ഡിലെ ഹസാരിബാഗിൽ നിന്നുള്ള ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇനി. മകന്റെ അസുഖത്തിനും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരമായി 13 വയസ്സുള്ള മകളെ നരബലി നൽകിയ അമ്മ രശ്മി ദേവി അറസ്റ്റിലായി. അമ്മയുടെ കാമുകനായ ഭീംറാം, മന്ത്രവാദിനിയായ ശാന്തി ദേവി എന്നിവരും കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം പ്രതികൾ പെൺകുട്ടിയുടെ ശരീരത്തിൽ മാരകമായി മുറിവേൽപ്പിക്കുകയും രക്തം ശേഖരിക്കുകയും ചെയ്തതായും പോലീസ് പറയുന്നു.
മാർച്ച് 24-നാണ് നരബലിയുടെ ഭാഗമായി 13 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത്. കുട്ടിയുടെ അമ്മയായ 35-കാരി രശ്മി ദേവിയും മന്ത്രവാദിനിയായ ശാന്തി ദേവിയും തമ്മിൽ കഴിഞ്ഞ 3 മാസമായി പരിചയമുണ്ട്. രശ്മിയുടെ മകന്റെ അസുഖം മാറാനും കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായാണ് മന്ത്രവാദിനി ഒരു പെൺകുട്ടിയെ ബലി നൽകാൻ ആവശ്യപ്പെട്ടത്. കന്യകയായ പെൺകുട്ടിയാവണമെന്നും ഇവർ പറഞ്ഞിരുന്നു. തുടർന്ന് മന്ത്രവാദിനി തന്നെയാണ് രശ്മിയുടെ മകളെ നരബലി നൽകാൻ നിർബന്ധിച്ചതെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. രാത്രി ശാന്തി ദേവിയുടെ വീട്ടിൽ വെച്ചാണ് അമ്മയായ രശ്മിയും കാമുകൻ ഭീംറാമും ചേർന്ന് പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. അമ്മയും കാമുകനും കൂടി പൂജയ്ക്കെന്ന പേരിലാണ് 13-കാരിയെ മന്ത്രവാദിനിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഇവിടെ വെച്ച് ചില പൂജകൾ നടത്തിയ ശേഷം പ്രതികൾ പെൺകുട്ടിയെ സമീപത്തെ മുളങ്കൂട്ടത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി. ഇവിടെ വെച്ച് ഭീംറാമാണ് പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊന്നത്. ഈ സമയം അമ്മ കാലുകൾ പിടിച്ചു വെച്ച് സഹായിച്ചു. പിന്നാലെ മന്ത്രവാദിനി പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗവും തലയും തകർത്ത് രക്തം ശേഖരിച്ചു. തുടർന്ന് വേറെ ആഭിചാരക്രിയകളും അരങ്ങേറി. എല്ലാത്തിനും ശേഷം തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രതികൾ മൃതദേഹം ഒരു തോട്ടിൽ കുഴിച്ചിട്ടു. മൃതദേഹം കണ്ടെടുക്കുകയും കേസ് വിവാദമാവുകയും ചെയ്തപ്പോൾ ഇതൊരു ബലാത്സംഗ കൊലയാണെന്ന് വരുത്തി തീർത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാനും രശ്മി ദേവി ശ്രമിച്ചു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇവരുടെ വാദങ്ങൾ പൊളിഞ്ഞു. ഇതോടെയാണ് നരബലിയുടെ ചുരുളഴിഞ്ഞത്. ന്യൂസ് 18 ജാർഖണ്ഡ്. സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ചെറിയ വില്ലത്തരമൊക്കെ കാട്ടുന്നയാളാണ് തമിഴ് നടൻ മൻസൂർ അലിഖാൻ. അതുകൊണ്ട് തന്നെ പലപ്പോഴും വിവാദങ്ങളിൽ പെട്ടിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ലാൽഗുഡിയിൽ റെയിൽവേ ട്രാക്കിൽ കിടന്നതാണ് ഒടുവിൽ താരത്തിന് വിനയായത്. സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറിയതിനും ട്രാക്കിൽ കിടന്നതിനും മൻസൂർ അലിഖാനെതിരെ RPF കേസെടുത്തു. തിരുച്ചിറപ്പള്ളി ലാൽഗുഡിയിൽ സ്വന്തം പാർട്ടിയായ ഇന്ത്യ ജനനായക പുലികൾ കക്ഷിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് മൻസൂർ അലിഖാൻ. തുടർന്ന് നടത്തിയ പ്രചാരണത്തിനിടയിലാണ് കല്ലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ കയറി റെയിൽവേ ട്രാക്കിൽ കിടന്നത്. വിവരമറിഞ്ഞെത്തിയ പോലീസ് ഉടനെ തന്നെ ഇദ്ദേഹത്തെ പാളത്തിൽ നിന്ന് മാറ്റി. ഇത്തരം പ്രവർത്തികൾ സ്വന്തം ജീവനും ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നാണ് അധികൃതർ ചൂണ്ടിക്കാട്ടിയത്. 1953-ൽ തമിഴ്നാട്ടിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ മുൻ മുഖ്യമന്ത്രി M കരുണാനിധി കല്ലക്കുടിയിൽ റെയിൽവേ പാളത്തിൽ തലവെച്ച് കിടന്ന് പ്രതിഷേധിച്ചിരുന്നു. കല്ലക്കുടിയിലെത്തിയപ്പോൾ ആ ചരിത്രസംഭവം ഓർമ്മ വന്നെന്നും അത് പുനരാവിഷ്കരിക്കാനാണ് താൻ ശ്രമിച്ചതെന്നുമാണ് മൻസൂർ അലിഖാന്റെ വിശദീകരണം. മൻസൂർ അലിഖാനെതിരെ RPF കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 ചെന്നൈ. വീട്ടുജോലിക്കാരെ വിശ്വസിച്ച് കാവലേൽപ്പിച്ചാണ് നഗരപ്രദേശങ്ങളിലും മറ്റും പലരും പുറത്തു പോകുന്നത്. എന്നാൽ ആ വിശ്വാസ്യതയ്ക്ക് കളങ്കം വരുത്തുന്ന ചിലരുണ്ട്. കോഴിക്കോട് ഫ്ളാറ്റിൽ നിന്ന് പണവും സ്വർണവും മോഷ്ടിച്ച കേസിൽ പിടിയിലായത് വീട്ടുജോലിക്കാരിയാണ്. ചേളന്നൂർ പുതിയോട്ടിൽ വീട്ടിൽ മിനിയെയാണ് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എരഞ്ഞിപ്പാലം സ്വദേശിയായ ഷാഹിദ് ഷൗക്കത്ത് അലി താമസിക്കുന്ന സദനം റോഡിലെ സ്കൈലൈൻ മെഡോസ് ഫ്ളാറ്റിലായിരുന്നു അടുത്തിടെ മോഷണം നടന്നത്. 50,000 രൂപയും ഓരോ പവൻ വീതം തൂക്കം വരുന്ന 20 സ്വർണ്ണ നാണയങ്ങളുമാണ് നഷ്ടമായത്. തുടർന്ന് ഷാഹിദിന്റെ പരാതിയിൽ നടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം നടത്തി വരികയായിരുന്നു. വീട്ടിലെ ജോലിക്കാരിയായ ചേളന്നൂർ പുതിയോട്ടിൽ വീട്ടിൽ മിനി എന്ന 44-കാരിയാണ് മോഷണം നടത്തിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. വിശദമായ ചോദ്യം ചെയ്യലിൽ കുറ്റം സംബന്ധിച്ചതോടെ മിനിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു.
നടക്കാവ് പോലീസ് ഇൻസ്പെക്ടർ ഷൈനിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർമാരായ കിരൺ, ലിനേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സന്ദീപ് ശശിധരൻ, രാകേഷ് തുടങ്ങിയവർ ചേർന്നാണ് മിനിയെ കോഴിക്കോട് വെച്ച് കസ്റ്റഡിയിലെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് മുക്കത്ത് വൻ ലഹരി വേട്ട. യുവാവിൽ നിന്നും ഇയാളുടെ വാടക വീട്ടിൽ നിന്നുമായി 2 കിലോ 800 ഗ്രാം MDMA ആണ് പിടികൂടിയത്. മുക്കം നീലേശ്വരം സ്വദേശി മുഹമ്മദ് ഹനീഫെ 500 ഗ്രാം MDMAയുമായാണ് ആദ്യം പിടിച്ചത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാടക വീട്ടിൽ നിന്ന് കൂടുതൽ ലഹരി മരുന്ന് കണ്ടെത്തിയത്. ഇവിടെയുണ്ടായിരുന്ന സ്ത്രീയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ച് കേരളത്തിലേക്ക് വൻതോതിൽ MDMA കടത്തുന്നയാളാണ് മുഹമ്മദ് ഹനീഫയെന്ന് പോലീസ് പറഞ്ഞു. മുക്കം നീലേശ്വരം പുല്ലമ്പാടിപ്പറമ്പിൽ മുഹമ്മദ് ഹനീഫ രാവിലെയാണ് 1 കിലോ MDMAയുമായി പിടിയിലായത്. റൂറൽ SP ടി ഫറാഷിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘമാണ് രഹസ്യവിവരത്തെ തുടർന്ന് പ്രതിയെ മുക്കം അഗസ്ത്യമൊഴിയിൽ വച്ച് പിടികൂടിയത്. ഇയാളെ ചോദ്യം ചെയ്ത പോലീസ് മുഹമ്മദ് ഹനീഫ വാടകയ്ക്കെടുത്തിരുന്ന മണാശ്ശേരിയിലെ വാടക വീട്ടിൽ നിന്നാണ് കൂടുതൽ MDMA കണ്ടെടുത്തത്. വീട്ടിലുണ്ടായിരുന്ന ഒരു സ്ത്രീയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കോഴിക്കോട് കടലുണ്ടി സ്വദേശിയും നീലേശ്വരത്ത് വാടകയ്ക്ക് താമസിക്കുന്നതുമായ റൈഹാനത്തിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെയും ചോദ്യം ചെയ്തു വരുന്നു. ഡൽഹി കേന്ദ്രീകരിച്ച് കേരളത്തിലേക്ക് വൻതോതിൽ MDMA കടത്തുന്നയാളാണ് മുഹമ്മദ് ഹനീഫ എന്ന് പോലീസ് പറയുന്നു. സംസ്ഥാനത്ത് കൂടുതൽ അളവിൽ MDMA പിടികൂടുന്ന കേസുകളിൽ ഒന്നാണിത്. റൂറൽ SP-യുടെ ഡാൻസ് ഓഫ് അംഗങ്ങളും SI-മാരുമായ വിനീത് വിജയൻ, രാജീവ് ബാബു, ശ്രീരാഗ് K, മനോജ് രാമത്ത്, ASI-മാരായ VV ഷാജി, ജയരാജൻ NM, സുനിൽ കുമാർ CO തുടങ്ങിയവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് 18 മുക്കം. സംസ്ഥാനത്ത് പലയിടത്തും ലഹരിവേട്ട തുടരുകയാണ്. വയനാട്ടിൽ 90 ഗ്രാം മെത്താഫെറ്റമിനുമായി യുവാവ് പിടിയിലായി. മുട്ടിൽ സ്വദേശി അജ്മൽ PV ആണ് അറസ്റ്റിലായത്. ലഹരിമരുന്നിന്റെ ഉറവിടം സംബന്ധിച്ച് എക്സൈസ് അന്വേഷണം തുടങ്ങി. മാരക ലഹരി മരുന്നായ മെത്താഫിറ്റാമിനുമായാണ് വയനാട്ടിൽ യുവാവ് എക്സൈസിന്റെ പിടിയിലായത്. മുട്ടിൽ സൗത്ത് വില്ലേജിൽ ആനപ്പാറവയൽ ഭാഗത്തുള്ള അജ്മൽ PV ആണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്നും 90.725 ഗ്രാം മെത്താഫിറ്റാമിൻ കണ്ടെടുത്തു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. വയനാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ സജിൻ MJ നേതൃത്വത്തിൽ മുട്ടിൽ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് പ്രതി വലയിലായത്. എക്സൈസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെയായിരുന്നു ഓപ്പറേഷൻ. പ്രിവന്റീവ് ഓഫീസർമാരായ വിജിത് KG, രഘു V, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സനൂപ് MC, സുദീപ് B, സൈബർ സെൽ ഓഫീസർ അർജുൻ KA, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഫസീല T എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് 18 വയനാട്. ചികിത്സാ പിഴവ് സംബന്ധിച്ച പരാതികൾ നാട്ടിൽ തുടർക്കഥയായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ശ്വാസം മുട്ടലിന് കുത്തിവയ്പ്പെടുത്ത 9ാം ക്ലാസ്സുകാരിക്ക് വിരലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടെന്നാണ് പരാതി. ശാന്തിവിള താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഇഞ്ചക്ഷൻ എടുത്ത ശേഷമാണ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതെന്ന് കുടുംബം പറയുന്നു. എന്നാൽ ആശുപത്രി അധികൃതർ ആരോപണം നിഷേധിക്കുകയാണ്. സംഭവത്തിൽ നേമം പോലീസ് അന്വേഷണം ആരംഭിച്ചു.
കാണിക്കാംകുറ്റിയിലാണ് 9ാം ക്ലാസ്സുകാരിക്ക് ചികിത്സാ പിഴവ് നേരിട്ടതായി ആരോപിച്ച് വീട്ടുകാർ രംഗത്തെത്തിയത്. ശ്വാസമുട്ടലിന് ഇഞ്ചക്ഷൻ എടുത്ത ശേഷം കുട്ടിയുടെ കൈവിരലുകൾ നിവരുന്നില്ല എന്നാണ് പരാതി. നടക്കാനും പരസഹായം വേണം. കല്ലിയൂർ പെരിങ്ങമല സ്വദേശിനി ലിജിതയുടെ മകളാണ് ദുരിതമനുഭവിക്കുന്നത്. കഴിഞ്ഞ 28-ന് രാത്രിയാണ് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുട്ടിയെ ശാന്തവിള താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഇഞ്ചക്ഷൻ എടുത്ത ശേഷം ഓക്സിജന്റെ അളവ് കുറഞ്ഞതായും അതിനുശേഷം വിരലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടതായും ലിജിത പറയുന്നു. ഇടതുകാൽ അനക്കാൻ കഴിയാത്തതിനാൽ നടക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണ്ടിവരുന്നു. ഇതിനെ തുടർന്ന് കുട്ടിക്ക് 2 പരീക്ഷ എഴുതാൻ സാധിച്ചില്ലെന്നും അമ്മ പറഞ്ഞു. 28-ാം തീയതി രാത്രി കുഞ്ഞിനെ ശ്വാസമുട്ടൽ കൂടി ശാന്തിവിള നേമം താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടെ ഡ്യൂട്ടി ഡോക്ടർ കൊച്ചിന് നെബുലൈസേഷനും പിന്നെ ഇഞ്ചക്ഷനും കൊടുത്തായിരുന്നു. ഇഞ്ചക്ഷൻ എടുത്തപ്പോഴേ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ എടുത്ത ശേഷം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ദേഹം വിറച്ച്, ചുണ്ടൊക്കെ വിറച്ചു വിടാം, ദേഹം മൊത്തം വിറച്ച് നടക്കാൻ പറ്റുന്ന അവസ്ഥ. അപ്പോൾ ഡോക്ടർ ഞങ്ങൾ പറഞ്ഞായിരുന്നു പിന്നെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവർ അത് പറഞ്ഞ് ഇഞ്ചക്ഷന്റെ ഭാഗമായിട്ടേക്ക് കുഴപ്പമില്ല. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ചോദിച്ചു എന്തെങ്കിലും വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ചോദിച്ചിട്ടും സാരമില്ല. പിറ്റേ ദിവസം രാവിലെ സ്കൂൾ എക്സാം എഴുതാൻ വേണ്ടി കൊണ്ടുപോയപ്പോഴത്തേക്ക് അവിടെ വെച്ച് വീണ്ടും കുഴഞ്ഞു വീഴുന്നു. തിരിച്ച് വീണ്ടും നേമം താലൂക്ക് ആശുപത്രിയെ കൊണ്ട് കാണിച്ച സമയത്ത് അവരുടെ ചികിത്സാ പിഴവല്ല. ഞങ്ങളത് വ്യക്തമായിട്ട് OP ടിക്കറ്റ് മുഖേന കാണിച്ചിട്ടും അവർ നമ്മളത് തിരിച്ച് ആർഗ്യുമെന്റ് ചെയ്ത് നമ്മുടെ അടുത്ത് സംസാരിച്ചു. മെഡിക്കൽ കോളേജിൽ നേരെ കൊണ്ടുപോയി പിന്നെ സർവത്ര ടെസ്റ്റ് നടത്തിയിട്ടും ഒരു ടെസ്റ്റിലും എക്സ്റേ ECG എല്ലാം എടുത്തിട്ടും ഒന്നിലും ഒരു കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞത് ഈ നമ്മുടെ ഇഞ്ചക്ഷന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമായിരിക്കും, പൊട്ടാസ്യം ലെവൽ കുറഞ്ഞിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥ കൈവിരലും മൊത്തം മടങ്ങി, രണ്ട് കൈ മടങ്ങി, കാല് നീരായി, അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി, നടക്കാനും പരസഹായം നടക്കും. സംഭവത്തിൽ ഇവർ നേമം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതേസമയം ആശുപത്രി അധികൃതർ ആരോപണം നിഷേധിക്കുകയാണ്. ശ്വാസമുട്ടലിന് നൽകുന്ന കുത്തിവയ്പ്പാണ് കുട്ടിക്ക് നൽകിയതെന്നും വിദഗ്ധ പരിശോധനയ്ക്കായി മെഡിക്കൽ കോളേജിൽ കാണിക്കണമെന്നുമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. News 18 നെയ്യാറ്റിൻകര. കുറ്റകൃത്യങ്ങളുടെ മറ്റ് ചില വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂർ കൊടുങ്ങല്ലൂരിൽ സ്പെഷ്യൽ സ്കൂളിലെ അന്തേവാസിയുടെ മരണം കൊലപാതകം. കൊടുങ്ങല്ലൂർ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിലെ അന്തേവാസി പാലക്കാട് സ്വദേശി ശ്രീനാഥിനെയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാരിയലുകൾ ഒടിഞ്ഞ് ദേഹമാസകലം പരിക്കേറ്റ നിലയിലായിരുന്നു മൃതദേഹം. സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശിയായ കെയർടേക്കർ മഹേഷ് കസ്റ്റഡിയിൽ. പാലക്കാട് ആനക്കര പഞ്ചായത്തിലുള്ള കുമ്പിടി കാറ്റാടിക്കടവിൽ ഭാരതപ്പുഴയോരത്ത് അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അസ്ഥികൂടം വിദഗ്ധ പരിശോധനകൾക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രൊഫസറുമായി ബന്ധമുണ്ടെന്ന് സഹപാഠികൾ പ്രചരിപ്പിച്ചതിൽ മനം നൊന്ത് ബംഗളൂരുവിൽ മെഡിക്കൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. കർണാടക മല്ലതിഹള്ളി രാഘവേന്ദ്ര ആയുർവേദ കോളേജിലെ BAMS അവസാന വർഷ വിദ്യാർത്ഥിനിയായ നിഖിതയാണ് മരിച്ചത്. ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. സിനിമാ താരങ്ങളോടുള്ള ആരാധന മൂത്ത് അതിക്രമം കാട്ടുന്നതൊക്കെ മുൻപ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാർത്തകളായിരുന്നു. എന്നാൽ ഇന്ന് പ്രബുദ്ധ മലയാളികളും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. കണ്ണൂരിൽ താമസിക്കുന്ന ഒരു പ്രമുഖ നടിക്ക് യുവാവിൽ നിന്നുണ്ടായ ദുരനുഭവമാണ് ഒടുവിലെത്തിയത്. പുത്തൻ സാരിയുമായി നടിയുടെ വീട്ടിലെത്തി നടിയെ കല്യാണം കഴിക്കണമെന്ന് യുവാവ് ആവശ്യപ്പെടുകയായിരുന്നു. ബുധനാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. ഭയന്നുപോയ നടിയും കുടുംബവും വീടിനുള്ളിൽ കയറി വാതിലടച്ചു. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കഴിഞ്ഞ ഡിസംബർ മുതൽ ഇയാൾ ഇൻസ്റ്റഗ്രാമിൽ അശ്ലീല സന്ദേശം അയക്കുന്നതായും പരാതിയിൽ പറയുന്നുണ്ട്. നടിയുടെ പരാതിയിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.